എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വാഞ്ചോ കേക്കാണ്. വാഞ്ചോ കേക്കിൽ നമുക്ക് വാനില കേക്കും ചോക്ലേറ്റ് കേക്കും തയ്യാറാക്കണം. ആദ്യം നമുക്ക് വാനില കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദയിലാണ് തയ്യാറാക്കുന്നത്. അതിൽ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വഴി ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഇത് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൂടി നമുക്ക് അരിപ്പ വഴിയൊന്ന് അരിച്ച് അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം പൊടി ഇടുന്ന സമയത്ത് തന്നെ പാൽപ്പൊടി ചേർത്തൊന്ന് ഒപ്പം അരിച്ചെടുത്താൽ മതിയായിരുന്നു. ഇനി ഇത് നമുക്ക് ഈ പൊടിയൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാൻ ഇവിടെ എടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ അരക്കപ്പ് പൗഡറിന് ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് വാനില എസൻസും പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ 3/4 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊന്നുകൂടി ബീറ്റ് ചെയ്യാം. നമുക്കിവിടെ പഞ്ചസാര പൊടിച്ചത് ഒരുമിച്ച് ചേർക്കുന്നതിന് പകരം കുറേശ്ശെ ആയിട്ടിട്ട് കൊടുത്താൽ മതി. അതായത് ബീറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് പിന്നെ പാൽപ്പൊടി എന്നൊക്കെ ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരുമിച്ച് ചേർക്കുന്നതിന് കുറേശ്ശായിട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വാനില കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ബേക്ക് ചെയ്യാം. ഓവനിൽ വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നത്. സാധാരണ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് ഞാൻ ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി ഒരു 10 മിനിറ്റ് ഡയറക്റ്റ് ഫ്ലെയിമിൽ ചെയ്തതിന് ശേഷം ഒരു ചൂടായ പാനിൽ മുകളിൽ വെച്ച് ബാക്കി ടൈം ചെയ്യും. അപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ കേക്ക് റെഡിയാവും. അടുത്തത് നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നതും കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ചോക്ലേറ്റ് കേക്കും 1/2 കപ്പ് പൗഡറിലാണ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് പൗഡറിൽ മൈദയും കൊക്കോ പൗഡറും ഉണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ അതിൽ 2 ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. ബാക്കി മൈദയും ചേർത്ത് അങ്ങനെയാണ് 1/2 കപ്പ് പൗഡർ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ അതായത് പാൽപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾക്കൊരു അരിപ്പ വഴി ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരു 2-3 തവണ അരിപ്പയിൽ വെച്ച് അരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഇവിടെ ഞാൻ ഈ പൊടികൾ 3 തവണ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ നമ്മുടെ വാനില കേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്.
ഇവിടെ മുട്ട ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ട വാനില എസൻസും അതുപോലെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണും പിന്നെ പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ചേർക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഓയിലാണ്. 1/4 കപ്പാണ് ചേർക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിവിടെ ബീറ്റ് ചെയ്യുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ മുട്ട നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് മുഴുവനായിട്ട് ഒഴിക്കരുത്. നമുക്ക് ആദ്യം കുറച്ചൊഴിച്ച് പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി മുട്ട കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വാനില കേക്ക് തയ്യാറായിട്ടുണ്ട്. 30 മിനിറ്റിനുള്ളിൽ ഇവിടെ വാനില കേക്ക് തയ്യാറായി. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഇനി ചോക്ലേറ്റ് കേക്ക് കൂടി ഒന്ന് തയ്യാറാക്കണം. ഈ വാനില കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഞാൻ സെയിം പാത്രത്തിൽ തന്നെയാണ് ഒഴിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ അടച്ച് വെച്ച് തീ കുറച്ച് വേവിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നീട് ഒരു ചൂടായ പാനിൻ്റെ മുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ കേക്കും ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. ഇതിവിടെ ഞാൻ വാനില കേക്ക് ഒന്ന് 2ആയി കട്ട് ചെയ്യുകയാണ്. ഒരു നൂല് ഉപയോഗിച്ച് നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇതാ വാനില കേക്ക് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കും റെഡിയായി കിട്ടി. ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഈ കേക്കും നന്നായിട്ടൊന്ന് തണിയേണ്ടതുണ്ട്. തണിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ തണിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ ഒരു പാത്രത്തിൽ ചോക്ലേറ്റാണ് ഇടുന്നത്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് നമ്മൾക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിന് മുകളിലായിട്ടാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. നമ്മൾ ചോക്ലേറ്റ് ഒരിക്കലും ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് ഉരുക്കരുത്. ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായതിനു ശേഷം അതിനോട് മാറ്റി ഇവിടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ബട്ടറും പിന്നെ ക്രീമുമാണ് ചേർത്തിരിക്കുന്നത്. ഇതും നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇവിടെ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ഓഫ് ചെയ്തൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ 2 ചോക്ലേറ്റും കുറച്ചൊന്ന് തണിയട്ടെ. തണിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ആവശ്യമായ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസും പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ വിപ്പിംഗ് ക്രീമിന് ആവശ്യമായ വാനില എസൻസും പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി. ഇതിനു മുമ്പേ ഞാൻ വിപ്പിംഗ് ക്രീം റെസിപ്പി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുരഭി കിച്ചൻ ചാനലിൽ കേക്ക്, ഐസ്ക്രീം ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രീം ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പ്ഡ് ക്രീം മാറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡിയായി. ഇത് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് മുകളിലേക്ക് തേക്കാൻ ആവശ്യമായ ക്രീമാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിലെല്ലാം ഷുഗർ സിറപ്പ് ചേർത്തെടുക്കാം. പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ എല്ലാ കേക്കിലും നമ്മൾക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രോസ്റ്റിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ആദ്യം ചോക്ലേറ്റ് കേക്കാണ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് വാനില കേക്ക് വെക്കാം.
ഇവിടെ ചോക്ലേറ്റ് ചേർക്കാത്ത വിപ്ഡ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ഈ ക്രീമും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് കേക്ക് വെക്കാം. എല്ലാ കേക്കിനും നന്നായിട്ട് ഷുഗർ സിറപ്പ് ചേർക്കേണ്ടതാണ്. ഇവിടെ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലായി ചോക്ലേറ്റ് ക്രീമും തേച്ചതിന് ശേഷം വാനില കേക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ കേക്കും അട്ടിക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതായത് ഈ കേക്ക് നന്നായിട്ടൊന്ന് വിപ്ഡ് ക്രീം ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇവിടെ ഈ കേക്ക് ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഒന്ന് കുറച്ച് ഉറച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് കൂടി ഒന്ന് ചേർത്ത് ഒരു അറിയും പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഉറച്ചതിന് ശേഷം നമ്മൾക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. ഈ വാഞ്ചോ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്